പൂജപ്പുരാണ് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് വല്ലപ്പോഴും ഒന്ന് കാണാമായിരുന്നു. ഇത് നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് വല്ല കണ്ണൂരാ വിയൂരെ കൊണ്ട് നാക്കുമെന്നാണ് എൻ്റെ പേടി. നീട് മാറിയിരുന്ന ഇവരാണ് സാർ. സാർ അകത്തോട്ട് ചെല്ലാമോ? ചെല്ലേ. വാ ഇരിക്കി. വന്നേ. ഇയാള് വേണ്ട, ഇയാളോ ശരി പോട്ടെ അച്ഛൻ, പോയിട്ട് വരാന്ന് പറ. വന്നേ ബാബാ. ഹലോ. ഓ ഇവിടെ ഇരിക്കി. ഓ ഓടോ. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ. നീയാണ് പോസ്റ്റ് ഇട്ടതില്ലേ? ഇവിടെ അരാജകത്വമാണ്, ഇവിടെ മുഴുവൻ അഴിമതിയാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പാർട്ടിക്കൊടിയുടെ വില പോലും നൽകാത്ത ഒരു ഗവൺമെൻറ് എന്തിനാണിവിടെ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് തിരിച്ചറിയുന്ന ജനപ്രതിനിധികൾ ഇന്നിവിടെ ഉണ്ടോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ? കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട്. കടക്കൽ ചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്.
ഇവിടെ തൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ. സാറേ, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അറിയാണ്ട് പറ്റിപ്പോയതാ. ആ പയ്യനോട് കൂട്ടി. സർ വാ വരാൻ വരൂ. ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയോ? ഇരിക്കും. ഇത് സനൽ. സനലാണ് എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല, വായിക്കാത്തവർക്ക് വായിക്കാം. ഇത് ദാസപ്പൻ, സനലിൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ആശുപത്രി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സനിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, ഇല്ലല്ലോ? ഇല്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അന്ന് ആശുപത്രിയിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്രമീകരണങ്ങളാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇനിയൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റാതെ പോകുന്ന ഒരു വാഗ്ദാനമായിപ്പോൾ. കാരണം ഈ VIP പല ടൈപ്പാണല്ലോ. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ സന്ദർശനങ്ങൾ, അത് ആശുപത്രിയിലായാലും ശരി, പൊതുസ്ഥലത്തായാലും ശരി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പിന്നെ അന്ന് ആശുപത്രിയിൽ വെച്ച് ഇവർക്കുണ്ടായ എല്ലാ അസൗകര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഇവരോട് മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും ചായ കുടിച്ചിട്ട് പോയാൽ മതി. ചായ കുടിച്ചിട്ട് പോയാൽ മതി. കൃത്യസമയത്ത് അയാൾ അവിടെയും കയറി സ്കോർ ചെയ്തു. ബുദ്ധിമാണ്. നമുക്ക് വേറെ വല്ല വിഷയം ഉയർത്തിയാലോ? ഇതിപ്പോ ഇങ്ങനെയായില്ലേ? അതെ, ഇപ്പൊ പിന്മാറി അതൊരു ബലഹീനതയാണ്. സാറേ ഒരു കോളുണ്ട്. ആരാ? ബേബി സാറാ. ഹലോ, താങ്കൾ ഏത് പാർട്ടിക്കാരനാ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ താങ്കൾ അടുത്ത ഇലക്ഷൻ ഏത് പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക? അടുത്ത തവണയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇതുപോലത്തെ മുഖ്യമന്ത്രിമാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. മകന്റെ പോസ്റ്റ് പയ്യൻ നല്ല ഫോമിലാണല്ലോ. വ്യക്തിപരമായ അഭിപ്രായം എന്താ? ശരിക്കും പറഞ്ഞാൽ ഞാനത് വായിച്ചിട്ടില്ല. വായിച്ച പിന്നെ മനസ്സിലാവണമെന്നില്ല. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? നല്ല രീതിയിൽ എഴുതുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. സിസിലിയുടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവര് 3 പേരും കൂടി കറങ്ങാൻ പോയിരിക്കും. നീ എന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? 2 ദിവസമായിട്ട് മൂത്രച്ചടച്ചില്ല. ഡോക്ടറെ കണ്ടില്ലേ? വെള്ളം കുടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. നിന്റെ മാപ്പ് പറച്ചലിനപ്പുറം മറ്റൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അതൊരു പ്രശ്നം തീർന്നു. വേറൊരു വിഷയമുണ്ട്. അവിടെ ഇതിനപ്പുറം നിന്റെ ഇടപെടൽ വേണം. എന്ത് വിഷയം? പ്രതിപക്ഷം ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ലേ? അവരതിൽ വളരെ സ്ട്രോങ്ങാണ്. ഞാൻ മുൻകൈ എടുത്തൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഹർത്താൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒഴിവാക്കണം. അത് നടന്നാൽ നമുക്ക് ക്ഷീണമാണ്. ദയാനന്ദൻ അയാളുടെ എല്ലാ കുരുട്ടുബുദ്ധിയും പ്രയോഗിക്കും, അത് നടത്താനും വിജയിപ്പിക്കാനും. രണ്ടും സംഭവിക്കരുത്. അതിന് നിന്റെ കയ്യിലാണ്. തെറ്റ് കണ്ടാൽ എതിർക്കാം, സമരം ചെയ്യാം, സമാധാനപരമായി പ്രക്ഷോഭം നടത്താം. പക്ഷേ ഒരു ദിവസം മുഴുവൻ ജനങ്ങളെ ബന്ധുക്കളാക്കി വീട്ടിലിരുത്തുക എന്നുള്ളത് വളരെ പ്രാകൃതമായ ഒരു നടപടിയാണ്. സാമാന്യബോധവും പൗരബോധമുള്ള കുറച്ചുപേരെങ്കിലും എൻ്റെ പ്രതിപക്ഷ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ പറയാം. ദയവേത് നിങ്ങൾ ഈ ഹർത്താലിൽ നിന്ന് പിന്മാറും. CM പറഞ്ഞതിനോട് നമ്മൾ അനുകൂലമായ നിലപാടെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, നമുക്ക് മറ്റെന്തെങ്കിലും സമരമാർഗങ്ങൾ ആലോചിക്കാമല്ലോ. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ച ഹർത്താലാണ്. ഒരു മാപ്പ് പറച്ചിൽ നടത്തി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും CM-ന് രക്ഷപ്പെടാനാവില്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തി CM തലയൂരുകയായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ CM നിഷേധിക്കൂ? ഇത്തിരി പോകുന്നൊരു പയ്യനെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം സാധിച്ചെടുക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ സുഗുണ? സുഗുണ ഇവിടെ ഇപ്പം എന്താ? ഒരു വിഷയം ഉണ്ടായി, അതിന് പരിഹാരവും കണ്ടു. പിന്നെ എന്തിനാ? ബേബി സാറേ, ഈ ഉണ്ടായി എന്ന് പറയുന്ന സംഭവം അത്രയ്ക്ക് നിസ്സാരമാണോ? CM-നെതിരെ ഗുരുതരമായ കുറ്റാരോപണമാണുള്ളത്. അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതിന്റെ പേരിൽ ഒരു ഹർത്താൽ ഉണ്ടാക്കിയേ അടങ്ങൂ. എന്താണ് നിങ്ങൾക്ക് ഇത്ര വാശി?
വാശിയല്ല, ഒന്ന് സ്തംഭിപ്പിക്കുക എന്നതും ഞങ്ങളുടെ ഉദ്ദേശമല്ല. നിങ്ങളുടെ തെറ്റുകൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത്. പിന്നെ ആ പയ്യൻ മാത്രമല്ല ഇതിൻ്റെ കാരണം. എടാ ഫിലിക്സ, ഒന്ന് എഴുന്നേറ്റ്. ആ എടാ ബിജു, കയറുക. ശരിക്ക് കണ്ടാട്ടോ, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടന്ന ലാത്തി ചാർജിൻ്റെ ബാക്കിയാണ്. ഇതൊക്കെ ധാരാളമാണ് ഞങ്ങൾക്കൊരു ഹർത്താൽ. പക്ഷേ ഒരു പുതുമയില്ല. ഈ വർഷം ഇതിനോടകം നടന്നത് 2 സംസ്ഥാന ഹർത്താലുകൾ, 14 പ്രാദേശിക ഹർത്താലുകൾ. എല്ലാം നിങ്ങളുടെ വകയാണ്. ഹർത്താലുകളെ അങ്ങനെ തള്ളിക്കളയണ്ട. കോടതി അംഗീകരിച്ച ഒരു പ്രതിഷേധ മാർഗമാണത്. അതെ, അതുകൊണ്ട് ഞങ്ങളത് വളരെ സമാധാനപരമായിട്ടങ്ങ് നടത്തും. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ജോസേ? സമാധാനപരമായ ഒരു സംസ്ഥാന ഹർത്താൽ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണോ? ഭാസ്കരൻ സാർ എന്താ പറയുന്നു? അത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. സാറെന്താ പറയുന്നു? ഞങ്ങൾ ഒരു മുന്നണിയാണ്, തീരുമാനങ്ങളും ഒരുമിച്ചാണ്. ഭരിക്കുന്ന ഗവൺമെന്റിനെ ഏതെല്ലാം രീതിയിൽ എതിർക്കാം, നാട്ടിലെ ക്രമസമാധാന നില എങ്ങനെയെല്ലാം തകർക്കാം, ഇതൊക്കെയാണ് ഏതൊരു പ്രതിപക്ഷത്തിൻ്റെയും ചിന്ത. അത് ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം കൂട്ടുകയും ഭരിക്കുന്ന ഗവൺമെന്റിലുള്ള വിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നവർ വിചാരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം എതിർപക്ഷമല്ല, മറ്റൊരു പക്ഷമാണ്. ഇതിപ്പോ CM പ്രതിപക്ഷത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചിരിക്കുക. ഇത്രയും നിഷേധാത്മകമായ വർത്തമാനം കേൾക്കാനല്ല ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ മീറ്റിങ്ങിന് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ബേബിച്ചന്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നത് നിങ്ങളുടെ പരിഹാസം കേൾക്കാനോ ആജ്ഞകൾ അനുസരിക്കാനോ അല്ല. ഭരണത്തിൽ കയറിയിട്ട് 2 വർഷവും 9 മാസവും ആയില്ലേ? നമ്മൾ തമ്മിലുള്ള ഹണിമൂൺ പീരിയഡ് ഇതോടെ തീർന്നു എന്ന് കരുതിക്കും. ഇതുവരെ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആനുകൂല്യം ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ട. ആ ഇരിക്കുന്ന കസേരയിൽ ഒന്ന് മുറുക്കെ പിടിച്ചോസിക്കണേ.